ഹലോ ഓൾ, വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ SCRT ക്ലാസ്സുകളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തുടങ്ങാൻ പോവാണ്. നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ വാസ്റ്റ് പാർട്ടാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ PYQ സെഷൻസ് ഒക്കെ നോക്കുമ്പോൾ 2020 മുതൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പാർട്ടുകളായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രധാനമായിട്ടും SCRT സോഴ്സുകളിലുള്ള പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഇക്കണോമിക്സിൻ്റെ SCRT സീരീസിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞൊരു കോമൺ ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ എന്താണ് വായ്പാ സ്രോതസ്സുകൾ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം പീരീഡിനും നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പുതിയ സംരംഭം തുടങ്ങാനോ നമ്മുടെ ഡെയിലിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനോ ഒന്നും നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൈസ കടം വാങ്ങും. നമ്മൾ വായ്പ കൊണ്ടാണ് നമ്മുടെ, ഇപ്പോൾ നമുക്കൊരു വീട് പണിയണം തോന്നുകയാണ്, നമുക്കൊരു വണ്ടി വാങ്ങണം തോന്നുകയാണ്, നമുക്കൊരു കട തുടങ്ങണം തോന്നുകയാണ്. ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ വായ്പയായിട്ടേ വാങ്ങും. നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻ കേസ് ചില ആളുകൾക്ക് ഇപ്പോൾ റെഡി ക്യാഷ് ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, ഈ ഒരു കടബാധ്യത പിന്നീട് ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇതിനൊരു ന്യൂട്രലൈസ് ചെയ്തിട്ട് കുറച്ച് വായ്പയായിട്ടും കുറച്ച് കയ്യിലുള്ളതൊക്കെ ആയിട്ട് രീതിയിലാണ് ആൾക്കാർ എന്ത് ചെയ്യാറുള്ളൂ, എടുക്കാറുള്ളൂ. അപ്പോൾ വായ്പ എന്ന് പറയുന്നതിന് അത്രയേറെ റെലവൻസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നതിൽ വായ്പ എന്ന് പറയുന്നതിന് ഒരു റെലവൻസ് ഉണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് നൽകുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിൽ നിന്നാണ് നമ്മൾ വലിയൊരു എമൗണ്ട്സ് ഒക്കെ എപ്പോഴും എന്താണ് വാങ്ങാറ്. അതാണ് നമ്മൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ബാങ്ക് എന്നും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും നമ്മൾ ലേറ്റർ ഓൺ പഠിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായിട്ട് നമുക്ക് വായ്പയെ കണക്കാക്കാം. അപ്പോൾ നമ്മൾ നടത്തുന്നത് മാത്രമല്ല, ഗവൺമെൻറ് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടാവും സെൻട്രൽ ഗവൺമെൻറ് ഇത്ര കടമുണ്ട്, കേരള ഗവൺമെൻറ് ഇത്ര കടമുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കടങ്ങൾ വരാനുള്ള കാരണം എന്താണ്, പ്രധാനമായിട്ടും നമ്മൾ ഇതുപോലത്തെ ക്യാപിറ്റൽ, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണം എന്ന് പറയുന്നത് വായ്പയിലൂടെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം, ഇത്തരത്തിലുള്ള പണം ലഭ്യമാക്കാനായിട്ട് വായ്പയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകളെന്നും അനൗപചാരിക വായ്പാ സ്രോതസ്സുകളെന്നും തരംതിരിക്കാം. ഔപചാരിക വായ്പാ സ്രോതസ്സുകളുണ്ട്, അനൗപചാരിക വായ്പാ സ്രോതസ്സുകളുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ട് രീതിയിലാണ്. അതെന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന മണീനെയാണ് നമ്മൾ എന്ത് പറയുക, ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയാം. അതായത് സംഘടിതവും സ്ഥാപനവൽകൃതവും കൂടാതെ നിയന്ത്രിതവുമായിട്ടുള്ള സംവിധാനമായിരിക്കും എന്ത്, ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അത് ഓൾറെഡി എന്താണ്, റെഗുലേറ്റഡ് ആണ്. അതായത് ഒരു ഫോർമലൈസ്ഡ് സിസ്റ്റമാണ്. അതായത് അവിടെ എന്തൊക്കെ ഉണ്ടാവും, ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെക്കാനിസം ഉണ്ടാവും, അവിടെ അവരുടെ സ്റ്റാഫുകൾ ഉണ്ടാവും. ഇതൊരു നിയമത്തിൻ്റെ അടിയിലായിരിക്കും വരിക, ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ അടിയിലായിരിക്കും എന്താ ഉണ്ടാവുക, ഈ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ ഉണ്ടാവുക. അവിടെ നമുക്കൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഒരു മിനിമം ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട്. അവിടെ ഒരു എന്താണ്, കാര്യങ്ങളെല്ലാം ഒരു ഫോമൽ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സംവിധാനങ്ങളാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ റീജിയണലായിട്ട് നമുക്ക് പെട്ടെന്ന് കടം വാങ്ങേണ്ടി വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തുനിന്നോ നമ്മുടെ അറിയുന്ന മറ്റാളുടെങ്കിലും അടുത്തുനിന്നോ കടം കൊടുക്കുന്ന, സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇവ രണ്ടിൻ്റെയും പരസ്പര സഹവർത്തിത്വവും പ്രവർത്തന വിജയവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഫോമൽ ആയിട്ടുള്ള ഒരു ഔപചാരിക സോഴ്സുകളുണ്ട്, അനൗപചാരിക സോഴ്സുകളുണ്ടെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാം ഈ പറയുന്ന ഔപചാരികമാക്കാത്തത് നമുക്ക് ചോദിക്കാം. എല്ലാ ആളുകൾക്കും, ഇപ്പം എല്ലാ ബാങ്കുകൾക്കും എല്ലാ റീജിയണൽ റൂറൽ ഏരിയാസിൽ എത്താൻ പറ്റണമെന്നില്ല. മാത്രമല്ല എല്ലാ ആളുകൾക്കും അതിലോട്ടൊരു ആക്സസ് കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ്, ബാക്കി കാര്യങ്ങൾ ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തവർക്കും വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയാസ് പണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഇത്തരത്തിലുള്ള അനൗപചാരിക വായ്പാ സ്രോതസ്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ആളുകൾ പണം നമ്മുടെ റീജിയനിൽ അടുത്തുള്ള ആളുകളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൈസ കടം കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പണം വാങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചെറിയ ചിലവുകളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള രണ്ട് സിസ്റ്റം കൂടി പ്രവർത്തിച്ച് സഹവർത്തിത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സംഭവിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും അവർക്ക് വേണ്ട പണം സ്വരൂപിച്ച് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫോമൽ ഇൻഫോമൽ ആയിട്ടുള്ള രണ്ട് പിക്ചേഴ്സ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോമാണ്, അതൊരു ഫോമൽ സോഴ്സും. ഇൻഫോമൽ എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന ഇത്തരത്തിലുള്ള സംവിധാനമാണെന്ന് മനസ്സിലാക്കുക.
വായ്പാ സ്രോതസ്സുകളെ നമ്മൾ ഈ പറഞ്ഞതുപോലെ രണ്ട് തരത്തിൽ തിരിച്ചേക്കുന്ന ഒരു ഗ്രാഫ്, ഒരു ചാർട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഔപചാരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഓൾറെഡി ഓരോന്നും എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സ്ലൈഡുകൾ നമ്മൾ കാണാൻ പോവാണ്. അതായത് സ്വാശ്രയ, നിങ്ങൾക്ക് പരിചയമുള്ള സാധനങ്ങളായിരിക്കും എന്ത് ഈ സ്വാശ്രയ സംഘങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇതുപോലുള്ള ആളുകളൊക്കെ ഇതുപോലത്തെ ഓരോ സംഘങ്ങളിലൊക്കെ മെമ്പേഴ്സ് ആയിരിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ത്രിഫ്റ്റ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളും ഒരു ഇത്ര പൈസ വെച്ചിട്ടിട്ടിട്ട് അത് സേവ് ചെയ്ത് ആ പൈസ ഒരാൾക്ക് ആവശ്യം വരുന്ന ഒരാൾക്ക് കടം കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് അയാളുടെ നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങിച്ചോ വാങ്ങാതെയോ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു പൈസ തിരിച്ചു വാങ്ങുകയും അത്തരത്തിലുള്ള ആവശ്യക്കാർക്ക് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. കൂടാതെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, നമ്മുടെ കുടുംബശ്രീ പോലുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്വയം സഹായ സംഘങ്ങളും കുടുംബശ്രീകളും ഇതുപോലുള്ള നിധി സംഘങ്ങളും അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് നിധി സംഘങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുകൂടാതെ നമ്മൾ ചിട്ടികൾ, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഔപചാരിക വായ്പാ സ്രോതസ്സുകളിൽ പെടുന്ന പല കാര്യങ്ങളാണ്, പല മെത്തേഡ്സാണ് നമ്മൾ ബോറോ ചെയ്യുന്നതിൻ്റെ. അതുപോലെ അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ പ്രാദേശിക പണമിടപാട്, അതായത് നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. എന്താണ് പൈസ കടം കൊടുത്തിട്ട് പിന്നീട് അത് മേടിക്കാൻ വേണ്ടി പുറകെ നടക്കുന്നു. അതൊരു ഫോർമലൈസ് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് അതെന്താണ് ഒരു വായ്പ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു വാക്കിന്മേൽ ഉറപ്പ് ചെറിയൊരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ മെക്കാനിസം കൊണ്ടായിരിക്കും ഈ പൈസ കടം കൊടുക്കുന്നത്. പിന്നെ അത് വാങ്ങാനും എടുക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളും അതിൻ്റെ ഇരട്ടി പലിശകളും ബ്ലേഡ് പലിശ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത്തരത്തിലുള്ള സംവിധാനത്തിൻ്റെ പുറകെ ആയിരിക്കും പിന്നീട് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അനൗപചാരിക വായ്പാ സ്രോതസ്സുകളിൽ പെടുന്നവയാണ്. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, മറ്റു മാർഗ്ഗങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന പൈസ, ഇതൊക്കെ അനൗപചാരിക വായ്പാ സ്രോതസ്സുകളാണ്. പ്രോപ്പർലി എന്തല്ല ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കില്ല ഇതൊക്കെ നടക്കുന്നത്. ലീഗലൈസ്ഡ് എന്നല്ല, അതൊരു ഫോമൽ സിസ്റ്റത്തിലൂടെ ആയിരിക്കില്ല നടക്കുന്നത്. രജിസ്റ്റേർഡ് സൊസൈറ്റി ഒന്നും ആയിരിക്കത്തില്ല, വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഇടപാടുകളായിരിക്കും. എന്നാൽ ഇതൊക്കെ നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഈ ഔപചാരിക വായ്പാ സ്രോതസ്സുകളെ യൂസ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് എന്ന് കടക്കാൻ പോവാണ്. നമ്മുടെ മെയിൻ കോർ ടോപ്പിക് എന്ന് പറയുന്നത് ധനകാര്യ സ്ഥാപനങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് നമ്മളിന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുള്ളവർക്കെല്ലാം പണമിടപാടുകാരുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പോൾ ധനകാര്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പർപ്പസ് എന്താണെന്ന്. അപ്പോൾ ആ ഒരു ഇക്കണോമിക് സിസ്റ്റം പ്രവർത്തിക്കുകയാണ്. അതിനുള്ളിലുള്ള വ്യക്തികളുണ്ടാവും, സംഘടനകളുണ്ടാവും, വ്യാപാര സ്ഥാപനങ്ങളുണ്ടാവും. ഇവർക്കെല്ലാം പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് സേവനങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അവർ കൊടുക്കുന്ന പൈസ സ്റ്റോർ ചെയ്ത് വെക്കണം, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇവർക്ക് എന്ത് ചെയ്യണം, ലോൺ കൊടുക്കുന്നു. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലോണുകളായിരിക്കാം, കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ അവരുടെ പേരിലായിരിക്കാം. ഇങ്ങനെയുള്ള ലോണുകൾ കൊടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക, ഇത്തരത്തിലുള്ള ധനകാര്യമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലുള്ള ഒരു സംവിധാനമുണ്ട്. കൂടാതെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഫംഗ്ഷൻസ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ബാങ്കുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല, ഇവർ ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ലോണുകൾ തന്നെ നമുക്കറിയാം, ഹൗസിംഗ് ലോൺ ഉണ്ട്, ഗോൾഡ് ലോൺ ഉണ്ട്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ബ്രോഡ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്ന ആരായിരിക്കും, ബാങ്കുകളായിരിക്കും. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്ക് കൊടുക്കുന്ന സേവനങ്ങളല്ലാതെ കുറച്ച് അഡീഷണൽ സാധനങ്ങൾ, അല്ലാതെ ഒരു ബാങ്കിന് അത്രയും ബ്രോഡ് അല്ല, അത് കൂടാതെ അതിൽ ഇൻക്ലൂഡഡ് ആവാത്ത പല കാര്യങ്ങളും റൂറൽ ഏരിയാസിനെ സംബന്ധിച്ച് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ആര്, ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും ബാങ്കുകളെന്നും ഒക്കെ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ബാങ്കുകളെ പറ്റിയിട്ടാണ്. സാമ്പത്തിക സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക്. ബേസിക്കലി നമുക്കറിയാം സാമ്പത്തിക സേവനങ്ങളാണ് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ബാങ്കിന്റെ പ്രധാന ധർമ്മം നിക്ഷേപം സ്വീകരിക്കലും ആവശ്യക്കാർക്ക് വായ്പ പ്രദാനം ചെയ്യലുമാണ്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. ബാങ്കിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണേ ഉള്ളൂ, നിക്ഷേപം സ്വീകരിക്കുക, വായ്പ പ്രദാനം ചെയ്യുക. ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ കോർ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്ഷേപം സ്വീകരിക്കലും വായ്പ പ്രദാനം ചെയ്യലുമാണ്. എന്താണ് നിക്ഷേപം സ്വീകരിക്കുക, വായ്പ പ്രദാനം ചെയ്യുക. നിക്ഷേപം സ്വീകരിക്കുക, വായ്പ പ്രദാനം ചെയ്യുക എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇവർക്ക് പ്രധാനമായിട്ടും ഉള്ളത്. കൂടാതെ ബാങ്കുകളുടെ ചരിത്രത്തെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, മിച്ചം വന്ന പണം വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായി പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ലോക്കൽ മണി ലെൻഡേഴ്സിന്റെ ആവിർഭാവത്തിന് കാരണമായി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് പണം വരുന്ന സമയത്ത് പണം എക്സസ് ആവുന്ന ഒരു കൂട്ടരും ഉണ്ടാവും, പണം ആവശ്യമുള്ള ഒരു കൂട്ടരും ഉണ്ടാവും. അപ്പോൾ ഈ പണം എക്സസ് വരുന്ന ആളുകൾ ഇവരുടെ കയ്യിൽ അത് വെറുതെ വെക്കാതെ ഇത് എന്ത് ചെയ്യുന്നു, ഇത് മറ്റുള്ള ആളുകൾക്ക് വെറുതെ കൊടുക്കുകയല്ല, വായ്പയായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രാദേശികമായിട്ട് പണമിടപാട് നടത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ലോക്കൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ഈ കൂട്ടരാണ്. ഇവരെന്ത് ചെയ്യുന്നു, കുറച്ച് നാളത്തേക്ക് മറ്റാളുകൾക്ക് ഈ പറഞ്ഞ പൈസ കടം കൊടുക്കുന്നു, അവരുടെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്തുകൊണ്ട് പൈസ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പതുക്കെ ബാങ്കുകളിലേക്ക് മുന്നോടിയായിട്ട് ആദ്യ കാലഘട്ടത്തിൽ ഈ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉദയം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു.
ഇതിനായി അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ അത് ലോക്കൽ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളിൽ നിന്നും പണമിടപാട് സ്ഥാപനങ്ങൾ അഥവാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിലേക്ക് നയിച്ച കാരണം എന്താണ്? ഇത്തരത്തിൽ വായ്പ ആവശ്യമായിട്ടുള്ളവരുടെ എണ്ണം കൂടി വന്നു. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്തിനനുസരിച്ച് അവരുടെ ആസ്തിക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇവർ റിക്വയർ ചെയ്ത് വന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തു? ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ബാക്കിയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങി. ഇവർ പൈസ കൊടുക്കണമെങ്കിൽ ഇവരുടെ കയ്യിൽ പൈസ വേണം. അപ്പോൾ പൈസ കൂടുതലുള്ള മറ്റാളുകളുടെ കയ്യിൽ നിന്നും കൂടി ഇവർ എന്ത് ചെയ്തു? പൈസ ബോറോ ചെയ്ത് ഇവരുടെ കയ്യിൽ വെക്കാൻ തുടങ്ങി. ഈ പൈസ ഇവരെന്ത് ചെയ്യുന്നു? ഈ പൈസ ആവശ്യമുള്ള ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങി. ഇതൊരു സൈക്ലിക്കൽ പ്രോസസ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇതെന്തിലേക്ക് നയിച്ചു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആദ്യകാല രൂപത്തിലേക്ക് ഇത് നയിച്ചു എന്നാണ് പറയുന്നത്. കൂടാതെ നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ വന്നു. ഇത് ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സൈക്കിൾ ഓർമ്മയുണ്ടല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കേസിൽ ആളുകളുടെ കയ്യിൽ എക്സസ് മണി വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അത് ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നീട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആവശ്യക്കാരുടെ എണ്ണം കൂടിയപ്പോൾ എന്ത് പറ്റി? ഇവർ നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങി. മറ്റാളുകളുടെ കയ്യിൽ നിന്നും കൂടി പണം സ്വീകരിച്ച് ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിൾ കൂടി വന്നു. ഇതിൻ്റെ ആ ഒരു ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഈ പറയുന്ന പൈസ കൊടുക്കാനുള്ള ആളുകളുടെയും പൈസ വാങ്ങാനുള്ള ആളുകളുടെയൊക്കെ എണ്ണം കൂടി തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ ഇതൊരു ഇൻഡിവിജ്വലിന് മാത്രമായിട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു. അപ്പോൾ ഇത് ഒരാൾ മാത്രം നിന്നാൽ പോരാ എന്നുള്ള രീതി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ രീതിയിൽ നിന്നും ഇത് ബാങ്കുകൾ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒന്നിലധികം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറാൻ തുടങ്ങി. അപ്പോൾ ബാങ്ക് എന്താണെന്ന് നമ്മൾ പറയുന്നത്? ബാങ്ക് ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ SCERT ഡയറക്റ്റ്ലി റെഫറൻസ് എടുക്കുകയാണ്. ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക എന്ന വാക്കും ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്ന് പറയുന്ന വാക്കും, ഈ രണ്ട് ബാങ്കയും ബാങ്കും ചേർന്നിട്ടാണ് ഇംഗ്ലീഷിലെ ബാങ്ക് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ഇറ്റാലിയൻ ഭാഷയും ഫ്രഞ്ച് ഭാഷയും കൂടി ചേർന്ന ശേഷമാണ് ഇംഗ്ലീഷിലെ ബാങ്ക് ഉണ്ടായത്. ഇറ്റാലിയനിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്ന് പറഞ്ഞ പദങ്ങൾ ചേർന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് ഉണ്ടായത്. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ബഞ്ച് എന്നാണ്. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായി സ്വീകരിച്ച് വ്യാപാരികൾ പണം കൊടുത്തിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇറ്റാലിയൻ തെരുവുകളിലും ആളുകൾ എന്ത് ചെയ്തു? സ്വർണവും വെള്ളിയും ഒക്കെ ഈടായിട്ട് സ്വീകരിച്ചുകൊണ്ട് വ്യാപാരികൾ കടം കൊടുത്തിരുന്നു. ഇപ്പോൾ നാണയങ്ങൾ നിരത്തി വെച്ച ബെഞ്ചുകൾ ഇരുന്നാണ് പണമിടപാടുകൾ നടത്തിയിരുന്നത്. അങ്ങനെയാണ് ഈ ബഞ്ച് എന്ന് പറഞ്ഞ വാക്ക് വന്നത്. ഈ ബഞ്ചിൽ നിന്നാണ് ബാങ്ക എന്ന് പറഞ്ഞ വാക്ക് വന്നത്. കൂടാതെ ഫ്രഞ്ച് ഭാഷയിലും ബാങ്ക് എന്ന് പറഞ്ഞ വാക്കുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ചേർത്ത് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്കായിട്ട് മാറി എന്നാണ് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പണം എന്നാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇവർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സാധനം എന്താണ്? പണമാണ്. അപ്പോൾ എന്താണ് പണം? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ പണം എന്ന് പറയുന്നത് എന്തിനാണ്? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? പണം എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് പണം? നമുക്കൊരു പണ്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്നല്ലോ. ഈ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്താണ്? നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കോഴിയുണ്ട്, നമുക്ക് വേണ്ട ഒരു പോത്തിനെയാണ്. നമ്മൾ കോഴി കൊടുത്താൽ പോത്തിനെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. മാത്രമല്ല ഇതിനൊരു ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോഴി, അവരുടെ കയ്യിലുള്ള പോത്ത് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ളത്. ഇത്തരത്തിൽ ആളുകൾ തമ്മിൽ വേണ്ട സാധനങ്ങൾ റിക്വയർമെൻറ്റ്. ഇപ്പോൾ എനിക്ക് പോത്തിന് ആവശ്യമില്ലെങ്കിൽ ഞാനത് വാങ്ങേണ്ട ആവശ്യമില്ല. അത് വാങ്ങേണ്ട ആവശ്യമുള്ള ആളുടെ അടുത്ത് പോകണം. അയാൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന ഈ ഒരു കോഴിന് ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിലുള്ള സംവിധാന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോഴാണ് ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നും ഒരു മീഡിയേഷൻ ആയിട്ടൊരു സാധനത്തിലേക്ക് വന്നത്. അങ്ങനെ ഈ മീഡിയയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് എന്ത്? കറൻസി അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത്. അത് കോയിൻസ് ആയിട്ടോ സ്വർണ്ണമായിട്ടോ വെള്ളിയായിട്ടോ കറൻസി ആയിട്ടോ ഒക്കെ പിന്നീട് എന്ത് ചെയ്തു? മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന സാധനമാണ് എന്ത്? പണം എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് പണമാണ്. നമുക്കൊരു സാധനം വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പണം ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ അയാളിൽ നിന്ന് പണം വാങ്ങിച്ചത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അയാളുടെ കയ്യിലുള്ള സാധനം വേണമെന്നില്ല, പണം മതി. ഈ പണം ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് എവിടെ നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റുമെന്നാണ് പണത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു, ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞ് ബാങ്കിൻ്റെ ആവിർഭാവത്തിന് കാരണമായതൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ബാങ്കിങ് തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ബാങ്കാണ്, അല്ലെങ്കിൽ ഇന്ത്യ ആദ്യമായിട്ട് കൊണ്ടുവന്ന ബാങ്കാണ് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് മനസ്സിലാക്കുക.
അങ്ങനെയാണെങ്കിൽ 1770 ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് വന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു മേഖല ആസ്ഥാനമായി വന്ന ബാങ്ക് എന്ന് പറയുന്നത് 1899 കോഴിക്കോട് ആസ്ഥാനമായിട്ട് വന്ന നെടുങ്ങാടി ബാങ്കാണ്. ഈ നെടുങ്ങാടി ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന വ്യക്തിയാണ് അപ്പു നെടുങ്ങാടി അല്ലേ. അപ്പു നെടുങ്ങാടി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നോവലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബാങ്ക് തുടങ്ങുന്നത്. ആ ബാങ്കിന്റെ പേരാണ് നെടുങ്ങാടി ബാങ്ക് എന്ന് പറയുന്നത്. നെടുങ്ങാടി ബാങ്ക് 1899 1770 ആദ്യത്തെ ഇന്ത്യയിലെ ബാങ്ക് വന്നതെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അത് തുടങ്ങിയതാരാണ്? അപ്പു നെടുങ്ങാടിയാണ്. 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. അപ്പോൾ 1934 റിസർവ് ബാങ്കിന്റെ ആക്ട് വരുന്നത്. 1920 വന്ന ഹിൽട്ടൺ യങ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം 1934 ആക്ട് വരികയും 35 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാവുകയും ചെയ്തു. ഇത് കേന്ദ്ര ബാങ്കാണ്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. അപ്പോൾ ഇതിന് പുറമെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ലാബറേറ്റ് നോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ SCERT റെഫറൻസ് മാത്രം എടുക്കുന്നുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക 34 അതിൻ്റെ ആക്ട് വന്ന് 35 ഓപ്പറേഷൻസ് തുടങ്ങുന്നത്. വന്നപ്പോൾ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരുന്നു, അതായത് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു ഇതിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിനെ നാഷണലൈസ് ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ബാങ്കുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിക്ഷേപകരായിട്ടുള്ള ആളുകളാണ്, വ്യക്തികളോ സ്ഥാപനങ്ങളോ സർക്കാരോ ഉണ്ടാവും. ഇത് കൂടാതെ വായ്പ സ്വീകരിക്കുന്നതും ഇതേ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നടത്തുകയാണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ ബാങ്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, പൈസ വേണ്ട ആളുകളുണ്ട്. ഇവർക്കിടയിൽ ഒരു ഇന്റർമീഡിയേറ്റർ പ്രവർത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ബാങ്കുകൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പ നൽകുകയും ചെയ്യുന്നു. നിക്ഷേപങ്ങൾ പലിശയോടുകൂടി തിരിച്ചു നൽകുകയും വായ്പ പലിശയോടുകൂടി തിരിച്ചടയ്ക്കുന്നതും ആരാണ്? ബാങ്കുകളാണ്. അപ്പോൾ ബാങ്ക് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യണം? പലിശ കൊടുക്കണം. അപ്പോൾ ആളുകൾക്ക് പൈസ വേണം, അവർക്ക് വായ്പയായിട്ട് കൊടുക്കുന്നു. ഈ വായ്പയായിട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് മേടിക്കുന്നു. അപ്പോൾ ഇവർക്കുള്ള ലാഭം എങ്ങനെ കണ്ടെത്തുന്നു? വായ്പയായിട്ട് കൊടുക്കുന്ന പൈസയിൽ നിന്ന് 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നെങ്കിൽ നിക്ഷേപങ്ങൾക്ക് ഇവർ കൊടുക്കുന്ന 5% പലിശയായിരിക്കും. അപ്പോൾ ബാക്കി 5% ആർക്ക് കിട്ടി? ബാങ്കിന് കിട്ടി. ഇങ്ങനെയാണ് ബാങ്കുകൾ പ്രോഫിറ്റ് കണ്ടെത്തുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിക്ഷേപകർ വായ്പ സ്വീകരിക്കുന്നവരും ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റ് അങ്ങോട്ടും കൊടുക്കുന്നു, വായ്പ മേടിക്കുന്നവർക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് വാങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ബാങ്കുകൾ സർക്കുലേറ്റ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി നൽകുന്നതാണ് പലിശ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് പലിശ എന്ന് പറയുന്നത്. അതിലൊരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പലിശയായിട്ട് കൊടുക്കുന്നു. കൂടാതെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങോട്ടും വാങ്ങുന്നു. ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? പലിശ എന്ന് പറയുന്നത്. നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്ന് ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായിട്ട് ഈടാക്കുന്നു. ഇതിൽ നിന്നാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. അപ്പോൾ ഓൾറെഡി പണം വായ്പയായിട്ട് കൊടുത്ത ആളുകളിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് ബാങ്കിന്റെ ഓപ്പറേഷൻസിനും പ്രോഫിറ്റിനും കൂടാതെ നിക്ഷേപങ്ങൾ വെച്ചിട്ടുള്ള ആളുകൾക്കും ഉള്ള പൈസ എന്ത് ചെയ്യുന്നു? ബാങ്ക് കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ ബാങ്ക് എന്താണ്, ബാങ്കിലെ നിക്ഷേപങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിവിധ തരം അക്കൗണ്ടുകളാണ് അല്ലേ, നിക്ഷേപങ്ങളാണ്. അപ്പോൾ എത്ര തരത്തിലാണ് ഇത് ഉള്ളതെന്നുള്ള കാര്യം നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. വിവിധ തരത്തിലുള്ള അക്കൗണ്ട്, പ്രധാനമായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടുകളെ മൂന്നെണ്ണമായിട്ട് ആദ്യം തന്നെ തിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ ആയിട്ടും ജോയിന്റ് ആയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടും 3 തരത്തിൽ നമുക്ക് അക്കൗണ്ട് എടുക്കാം. നമ്മളൊരു ബാങ്ക് ചെല്ലുമ്പോൾ നമുക്ക് അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്നത് 3 തരത്തിലാണ് അല്ലേ. വ്യക്തിഗത അക്കൗണ്ട് അഥവാ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്, സംയുക്ത അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്, സ്ഥാപന അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് ഉണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ് വ്യക്തിഗത അക്കൗണ്ട്. ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് ബാങ്കിൽ പോവുകയാണെങ്കിൽ എൻ്റെ പേരിൽ മാത്രം തുടങ്ങിയാൽ മതി. അതിനാണ് നമ്മൾ വ്യക്തിഗത അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടോടെ ബാങ്കുകളുമായിട്ട് ഇടപാട് നടത്താനായിട്ട് സാധിക്കും, ഇൻഡിവിജ്വൽ അക്കൗണ്ട്. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിലോ 2ഓ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടുകളാണ് സംയുക്ത അക്കൗണ്ടുകൾ. ഒരു ഹസ്ബൻഡും വൈഫോ ആണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് സംയുക്തമായിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം. ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? 2 പേര് ചേർന്ന് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 2 വ്യക്തികൾ ചേർന്നായിരിക്കും ഇത് തുടങ്ങുന്നതുള്ളതുകൊണ്ട് 2 പേർക്ക് ഇതിൽ ആക്സസ് ഉണ്ടാവും, 2 പേർക്ക് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതാണ് സംയുക്ത അക്കൗണ്ട് അഥവാ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി സ്ഥാപന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് ആണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്, സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം, ഞാൻ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിൽ ഒരു ഓണർ മാത്രമായിരിക്കില്ല, ആ ഓണറിന്റെ പേരിൽ മാത്രമായിരിക്കില്ല ഉള്ളത്, അതൊരു ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ ലിമിറ്റഡ് കമ്പനീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു ലീഗൽ ഐഡന്റിറ്റി ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ആളുകൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് ലീഗലി. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു? ബാങ്കിന്റെ തുടങ്ങുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കും. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്.
സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അധികാരത്തിൽ ആ ഒരു കാര്യത്തിൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അയാളാണ് ഈ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കമ്പനിക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയുന്നത്, സ്ഥാപന അക്കൗണ്ട്. അപ്പോൾ വ്യക്തിഗത അക്കൗണ്ടും ഉണ്ട്, ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്, സ്ഥാപന അക്കൗണ്ട്, 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 തരത്തിലുള്ളത്: സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. സമ്പാദ്യം അഥവാ സേവിങ്സ് ഡിപ്പോസിറ്റ് ഉണ്ട്, പ്രചലിതം അഥവാ കറണ്ട് ഡിപ്പോസിറ്റ് ഉണ്ട്, സ്ഥിരം അഥവാ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, ആവർത്തിതം അഥവാ റിക്കറിംഗ് ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സമ്പാദ്യ നിക്ഷേപങ്ങൾ അഥവാ സേവിങ്സ് ഡിപ്പോസിറ്റ്. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. വ്യക്തിഗതമായിട്ടോ സംയുക്തമായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സമ്പാദ്യ നിക്ഷേപങ്ങൾ അഥവാ സേവിങ്സ് ഡിപ്പോസിറ്റ് തുടങ്ങാം. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നു. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് പൈസ ഇടാം. ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് കൊണ്ട് പൈസ ഇടാം. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ട് അക്കൗണ്ടൊക്കെ തുടങ്ങുന്നത് പോലെ നമുക്ക് എപ്പോഴും പോയിട്ട് പൈസ പിൻവലിക്കാനായിട്ട്, അല്ലെങ്കിൽ പൈസ പിൻവലിക്കുന്നതിന് ചെറിയ നിയന്ത്രണങ്ങളുണ്ട്. വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളല്ല, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ പോലുള്ള നിയന്ത്രണങ്ങളല്ല, ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എന്തിനുണ്ട്, ഈ സേവിങ്സിനുണ്ട്. നമുക്കത് ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ ഇത് തുടങ്ങാൻ പറ്റും. കൂടാതെ നമുക്ക് ഒരുപാട് ആളുകൾ ചേർന്ന് ജോയിന്റ് ആയിട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ഈ നിക്ഷേപം ഒരു ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ബാങ്ക് ഇവർക്ക് കൊടുക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള സേവിങ്സ് ഡിപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. അടുത്താണ് പ്രചലിത നിക്ഷേപങ്ങൾ അഥവാ കറണ്ട് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപങ്ങൾ. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നില്ല. അതായത് കറണ്ട് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് പൈസ എടുക്കാനുള്ള ഒരു അക്കൗണ്ടാണ്. നമുക്ക് എപ്പോൾ പൈസ വേണോ അപ്പം നമുക്ക് പൈസ എടുക്കാം. നമ്മൾ മിക്കവാറും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ കറണ്ട് ഡിപ്പോസിറ്റ് ആയിരിക്കും തുടങ്ങുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ പോയിട്ട് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിക്ഷേപിക്കാം, എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് തന്നെ ബാങ്കിന് ഒരു അസറ്റായിട്ട് കൈവയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് ഇൻട്രസ്റ്റ് ബാങ്ക് തരില്ല. അടുത്താണ് ഫിക്സഡ് ആയിട്ടുള്ള ഡിപ്പോസിറ്റുകൾ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഒറ്റത്തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ കൊടുക്കും. ബാങ്കിന് അസറ്റായിട്ട് കൈ വയ്ക്കുകയും ഇത് ലോൺസ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ FD എന്ന് പറയുന്നതിന് ബാങ്ക് കൂടുതൽ പലിശ കൊടുക്കുന്നു. അതൊരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കായിരിക്കും ഇത് വെക്കുക. ഈ വെച്ച കാലയളവിലേക്ക് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈം പീരീഡിലേക്ക് മൊത്തം അത് അവിടെ തന്നെ ഇരിക്കും. ബാങ്കിന് അത് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിന്റെ ഏതെങ്കിലും ലോക്കറുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ അത് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ലോണുകളിലേക്ക് വേണമെങ്കിൽ എടുക്കാം. ആ ടൈം പീരീഡ് കഴിയുമ്പോൾ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ബാങ്ക് ഇതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അടുത്താണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് അഥവാ ആവർത്തിത നിക്ഷേപം. സ്ഥിര നിക്ഷേപത്തിന്റെ മറ്റൊരു രൂപമാണിത്. ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. കാലാവധി പൂർത്തിയായതിനു ശേഷം മാത്രമേ തുക പിൻവലിക്കാൻ കഴിയൂ. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടുതൽ പലിശ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ FDയുടെ അത്രയും പലിശ ഇല്ലാത്തൊരു അക്കൗണ്ടാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു 10 ലക്ഷം രൂപ കൊണ്ടിടുകയാണെങ്കിൽ നമുക്കത് FD ആയിട്ട് പരിഗണിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒറ്റയടിക്ക് എടുക്കാനില്ല, 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് കാലാവധി പൂർത്തിയാക്കാതെ എടുക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങോട്ട് പൈസ ഇടുന്നതിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് കൊണ്ടിടുന്നതിന് പകരം കാലാകാലങ്ങളായിട്ട് ഇടുന്നത്. നമുക്ക് സാലറി കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഈ മാസം ഒരു 10,000 ഇടുന്നു, അടുത്ത മാസം ഒരു 10,000 ഇടുന്നു. അങ്ങനെയാണ് റിക്കറിംഗ് ആയിട്ട് പോവുകയാണ്. അതായത് ഓരോ കാലയളവിലേക്ക് നമ്മളത് പൈസ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വിളിക്കാൻ പറ്റുന്ന പേരാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ്. അതിന് FDയുടെ അത്രയും പലിശ കിട്ടില്ല, എന്നാൽ നമ്മുടെ സേവിങ്സിനേക്കാളും പലിശ കിട്ടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള അക്കൗണ്ടുകളെ പറ്റി പറഞ്ഞു. സേവിങ്സ് അക്കൗണ്ട്, അതിന് ചെറിയൊരു പലിശ തരുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് എടുക്കുന്നതിന് ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. രണ്ടാമത്താണ് പ്രചരിത നിക്ഷേപങ്ങൾ അഥവാ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ ഇടുകയോ എടുക്കുകയോ ചെയ്യാം. അതിന് ബാങ്ക് ഇൻട്രസ്റ്റ് ഒന്നും തരില്ല. അടുത്താണ് FD എന്ന് പറയുന്നത്, സ്ഥിര നിക്ഷേപങ്ങൾ. സ്ഥിര നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഗുണം, സ്ഥിര നിക്ഷേപങ്ങൾക്ക് ബാങ്ക് വലിയ പലിശ കൊടുക്കും. കാരണം ഒറ്റയടിക്ക് കൊണ്ട് പൈസ നിക്ഷേപിച്ചതിന് ശേഷം അത് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ എടുക്കാൻ പറ്റൂ. ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. ബാങ്കിന് അത് മറ്റു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അടുത്ത അവസാനമായിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്ത്, നമ്മൾ ഓൾറെഡി ഫിക്സഡ് ഡിപ്പോസിറ്റ് പറഞ്ഞു. അതിൻ്റെ മറ്റൊരു രീതിയിലുള്ള വേറൊരു രൂപമാണ് നമ്മൾ പറഞ്ഞ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലല്ല കൊടുക്കുന്നത്. കാലകാലങ്ങളായിട്ട് ഒരു ബ്രേക്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ പൈസ കൊണ്ടുവന്ന് റിക്കറിംഗ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് അത് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിന് പ്രചലിത നിക്ഷേപത്തിന് പൈസ ഇല്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല. സേവിങ്സിന് ഒരു ചെറിയ പൈസ ഉണ്ട്, അതിനേക്കാളും കൂടുതലും FDയേക്കാളും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റും ആയിരിക്കും എന്തിനു കൊടുക്കുക, റിക്കറിംഗ് ഡിപ്പോസിറ്റിന് കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ബാങ്കുകളെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തൊക്കെ തരത്തിലുള്ള ബാങ്കുകളുണ്ട്. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. മിക്കവാറും ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ബാങ്കുകളുടെ തരങ്ങൾ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ വാണിജ്യ ബാങ്കെന്നും സഹകരണ ബാങ്കെന്നും വികസന ബാങ്കുകളെന്നും സവിശേഷ ബാങ്കെന്നും നമ്മൾ നോക്കാൻ പോവാണ്.
ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാണിജ്യ ബാങ്കുകളാണ്. ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടവയുമാണ് ബാങ്കുകൾ. ഏത് ബാങ്കുകൾ? വാണിജ്യ ബാങ്കുകൾ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആണ് മോട്ടീവ്, നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ബാങ്കിനെ എങ്ങനെയാണ് നമുക്ക് വാണിജ്യ ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റുക? അതായത് RBIയുടെ അനുമതിയുണ്ട്, ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കാൻ RBI പെർമിഷൻ കൊടുക്കുകയാണ്. എങ്ങനെ? RBIയുടെ 1934 വന്ന RBI ആക്ടിലെ ഷെഡ്യൂൾ 2 പെടണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുക. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ഇത് RBIയുടെ അനുമതിയുണ്ട്, ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുണ്ട്. കൂടാതെ 1934 RBI ആക്ടിന്റെ ഷെഡ്യൂൾ 2 പെടുന്നു. അതാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് പൊതുമേഖലാ ബാങ്കുകളുണ്ട്, സ്വകാര്യ ബാങ്കുകളുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്, പേയ്മെന്റ്, ഷെഡ്യൂൾഡ്, റീജിയണൽ റൂറൽ ബാങ്ക്, വിദേശ ബാങ്കുകൾ, ഇത്തരത്തിലുള്ള പല ബാങ്കുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ന്യൂ ജനറേഷൻ ബാങ്കുകൾ, നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ന്യൂ ജനറേഷൻ ബാങ്കുകളാണ്. എന്താണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയുന്നത്? 1990കളിലെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990കളിൽ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? LPG പോളിസി നടപ്പിലാക്കി, അല്ലെ, ലിബറലൈസേഷൻ നടപ്പിലാക്കി. ബാങ്കുകളുടെ ഒക്കെ ഫോം അതിനുശേഷം മാറി. കാരണം ആളുകളുടെ പണമിടപാടുകൾ വളരെയധികം മാറി, ഇടപാടുകളൊക്കെ വർദ്ധിച്ചു. ആളുകൾ കുറച്ചുകൂടി ലിബറലൈസ്ഡ് ആയി, കുറച്ചുകൂടെ പണം ഒഴുകാൻ തുടങ്ങി, അല്ലേ? ഇത്തരത്തിലുള്ള കമ്പനികളുടെ റെസ്ട്രിക്ഷൻസ് നീക്കിയത് കൊണ്ട് ഒരുപാട് പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ എമർജ് ചെയ്ത് വരികയും ഒരു ഗ്ലോബലൈസ്ഡ് ടെൻഡൻസി വരികയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ബാങ്കുകളുടെ മുഖം മാറി. അങ്ങനെ 1990കൾക്ക് ശേഷം വന്ന ബാങ്കുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ. ഉദാഹരണമാണ് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ആക്സിസ് ബാങ്ക്, മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്, ഇത്തരത്തിലുള്ള ബാങ്കുകളെല്ലാം 90കൾക്ക് ശേഷം വന്നവയായതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പേര് വിളിക്കാം? ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് വിളിക്കാം. എന്താണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നത്, അഥവാ വാണിജ്യ ബാങ്കുകൾ ചെയ്യുന്നത്? ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്: പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാം. സ്വാഭാവികമായിട്ടും നിക്ഷേപം സ്വീകരിച്ചാലേ പൈസ കൊടുക്കാൻ പറ്റൂ. അത് വെച്ചിട്ട് വായ്പ കൊടുക്കുക. ഇതാണ് പ്രധാനമായിട്ട് വാണിജ്യ ബാങ്കിന്റെ ധർമ്മം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ബാങ്കിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക. ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയും. അപ്പോൾ ഒരുപാട് പൈസ ഇവർക്ക് കിട്ടുമ്പോൾ വലിയ എമൗണ്ട് വേണ്ട സംരംഭകർക്ക് ഇവർക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും? പൈസ കൊടുക്കാൻ പറ്റും. ഒരാളുടെ നിന്ന് മാത്രം വാങ്ങണ്ടല്ലോ, റിസോഴ്സ് പൂൾ ചെയ്യുക. ഇത്തരത്തിലുള്ള പൈസ പൂൾ ചെയ്ത് കയ്യിൽ വെച്ചിട്ട് ആവശ്യമുള്ളവർക്ക് ബൾക്കായിട്ട് എമൗണ്ട്സ് കൊടുക്കാൻ പറ്റുന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാങ്കുകൾ എന്ന് പറഞ്ഞു, വാണിജ്യ ബാങ്കുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്? വലിയ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് എന്താണ്? കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ബാങ്കിന്റെ കാര്യം പറഞ്ഞു. പ്രോഫിറ്റ് മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഇത് കുറയ്ക്കാൻ വേണ്ടി പ്രാദേശിക മേഖലയിലുള്ള കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ പണം കുറവായിരിക്കും. ഇവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കാൻ ആരംഭിച്ചതാണ് സഹകരണ ബാങ്കുകൾ അഥവാ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത് എന്താണ്? കർഷകർക്കും കൈത്തൊഴിലുകാർക്കും പോലെയുള്ള ചെറുകിട കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് സഹകരണ ബാങ്കുകൾ അഥവാ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് പ്രധാനമായിട്ടും സഹകരണ ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വയം സഹായം, പരസ്പര സഹായം, സ്വയം സഹായ സംഘങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ പൈസ ഇടുന്നു, ഇപ്പോൾ പറയുന്ന SHGകളൊക്കെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ സ്വയം സഹായം ചെയ്യുന്നു, കൂടാതെ പരസ്പര സഹായിച്ച് മറ്റൊരാൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപകാരമായിട്ട് മാറുന്നു. ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ത്രിഫ്റ്റ് വർദ്ധിപ്പിക്കുക, കൂടാതെ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക. ഇതാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ്. കേരളത്തിലുള്ള സഹകരണ ബാങ്കുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള ബാങ്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ ബാങ്ക് വന്നു. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകളെന്നും വിളിക്കുന്നു. പ്രധാനമായിട്ട് ഗ്രാമീണ മേഖലകളും അർബൻ മേഖലകളും രണ്ട് ഡിഫറെന്റ് ആയിട്ട് ഇപ്പോൾ ബാങ്കുകളാണ് ഉള്ളത്. ഇത് സഹകരണ ബാങ്കുകളുടെ ബ്രാഞ്ചുകളുള്ളത്. ഇത്തരത്തിൽ റൂറൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്ക് എന്നും അർബൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകളെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
അപ്പോൾ എന്താണ് ഈ കേരള ബാങ്ക് എന്ന് ടെക്സ്റ്റ് ബുക്ക് റിസോഴ്സ് വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കേരള ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ്. എന്ന് മുതലാണ്? അപ്പോൾ ഈ കേരള ബാങ്ക് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സഹകരണ സംഘം എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ തുടക്കം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയമങ്ങൾ കൊണ്ടുവരുന്നു. 1914 തന്നെ എന്ത് കൊണ്ടുവന്നു? തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണ നിയമം കൊണ്ടുവന്നു. അങ്ങനെ 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്തു. 1915 ആദ്യമായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകൃതമാക്കിയിട്ട് ഒരു കേന്ദ്ര സഹകരണ ബാങ്കായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. 1916 ജനുവരി 18 ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 1914 നിയമം വന്നു, തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണ നിയമം വന്നു. 1915 എന്ത് ചെയ്തു? ഒരു തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്തു. 1916 ജനുവരി 1 എന്ത് ചെയ്തിട്ടുള്ളത്? ബാങ്കായിട്ട് പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം 1916 ആദ്യമായിട്ട് ബാങ്കായിട്ട് പ്രവർത്തനം തുടങ്ങി. 1966 ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ആക്ട് പ്രകാരമുള്ള 2-ാം പട്ടികയിൽ ഉൾപ്പെട്ടു. ഇപ്പോൾ ഇതൊരു ബാങ്കായിട്ട് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഷെഡ്യൂൾഡ് ബാങ്ക് കാറ്റഗറിയിൽ പെടണം, അല്ലേ? ഷെഡ്യൂൾ 2-ൽ ഉൾപ്പെടണം. അപ്പം അങ്ങനെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് ആവുള്ളൂ. അത്തരത്തിൽ ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് പദവി കിട്ടുന്നത് 1966 ജൂലൈയിലാണ്. 1966 ജൂലൈയിലാണ്. 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ 2019 കോവിഡൊക്കെ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ 2019 അന്ന് 13 മലപ്പുറം ഒഴികെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ ഒരുമിച്ച് ചേർന്ന് കേരള സംസ്ഥാന സഹകരണ ബാങ്കായിട്ട് മാറുന്നത്. ഇത് കേരള ബാങ്ക് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. കേരള സഹകരണ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പിന്നീട് കേരള ബാങ്കായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. 823 ശാഖകളുമായി കേരളത്തിലെ 14 ജില്ലകളിലും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച ബാങ്കിങ് സേവനങ്ങൾ, സാമ്പത്തിക ഉൾച്ചേർക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പുവരുത്തൽ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത, ഗ്രാമീണ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകൽ എന്നിവയും ബാങ്കിന്റെ ലക്ഷ്യങ്ങളാണ്. പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ബാങ്കിങ് സേവനങ്ങൾ, മികച്ച സേവനങ്ങൾ കൊടുക്കുക, സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തുക, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുക എന്നിവയാണ് കേരള ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത, ഗ്രാമീണ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ, ഇതൊക്കെ കേരള ബാങ്കിന്റെ ലക്ഷ്യങ്ങളാണ്. ബാങ്കിന്റെ ഓഹരിയിൽ 40% കേരള ഗവൺമെന്റും 30% ജില്ലാ സഹകരണ ബാങ്കും 30% മറ്റുള്ളവരുമാണ്. ഇപ്പം ബാങ്ക് സഹകരണ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എൻറ്റിറ്റീസിനകത്ത് വരുന്നുണ്ട്. കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന് 40% സ്റ്റേക്ക് ഉണ്ട്. 40% ഓഹരികൾ ആരുടെ കയ്യിലാണ്? കേരള ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ ബാക്കി 30 ആരൊക്കെ വരുന്നുണ്ട്? 30% ജില്ലാ സഹകരണ ബാങ്കുകളാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾ ഈ പറഞ്ഞ 13-14 ജില്ലകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം 13 ജില്ലകൾ ചേർന്നു, പിന്നീട് മൊത്തം 14 ജില്ലകളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾ ബാക്കി 30%, കൂടാതെ ബാക്കിയുള്ള ആളുകളെല്ലാം കൂടി 30%, മറ്റുള്ളവർക്ക് 30% ഷെയർ ഹോൾഡേഴ്സുമാണ് ഉള്ളത്. നിരവധി ബാങ്കിങ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കാം, വായ്പ കൊടുക്കാം, മറ്റ് പണമിടപാടുകൾ നടത്താം. ഇതെല്ലാം ഇതിനകത്ത് നോർമൽ സേവനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഉടനീളമുള്ള ATM സർവീസുകളുണ്ട്, ആധുനിക ബാങ്കിങ് സാങ്കേതികവിദ്യ അഥവാ ടെക്നോളജി ഉണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ട് എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മികച്ച അനുഭവവും കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നു. കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ 1914 ശ്രീമൂലം തിരുനാൾ തുടങ്ങി വെച്ചു, അവർ നിയമം കൊണ്ടുവന്നു. 15 ആക്ട് വന്നു, 16 ഇത് പ്രവർത്തനം തുടങ്ങി. പിന്നീട് 1966 ജൂലൈയിലാണ് ഇതിന് ഷെഡ്യൂൾ 2 കാറ്റഗറിയിൽ പദവി കിട്ടുന്നത്. 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തുന്നത് മുതൽ സാമ്പത്തിക വികസനം എല്ലാം ഇതിന്റെ ലക്ഷ്യങ്ങളാണ്. കൂടാതെ ഇതിന്റെ ഓഹരി എന്ന് പറഞ്ഞാൽ 40% കേരള ഗവൺമെന്റ്, 30% മറ്റുള്ളവരും, 30% ജില്ലാ സഹകരണ ബാങ്കുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതെല്ലാ ഫംഗ്ഷൻസും നിക്ഷേപങ്ങൾ സ്വീകരിക്കും, വായ്പ നൽകുകയും ബാക്കി പണമിടപാടുകളുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവർക്ക് ATM സർവീസുകളുണ്ട്, ആധുനിക ബാങ്കിങ് സാങ്കേതികത ഉപയോഗിക്കുന്നു, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക? കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത തരത്തിലുള്ള ബാങ്കുകളാണ് വികസന ബാങ്കുകൾ അഥവാ ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഇപ്പോൾ ഇതേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വികസന ബാങ്കുകൾ എന്ന് പറയുമ്പോൾ. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ, എവിടെയാണ്? വ്യവസായ, വാണിജ്യം, കാർഷികം ഈ 3 രംഗങ്ങളിലും ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഇപ്പോൾ വികസനം സംഭവിക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരണം. അപ്പോൾ ഓൾറെഡി എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവരണമെങ്കിൽ പണം വേണം. അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ട് വ്യവസായ, വാണിജ്യ, കാർഷിക മേഖലകളിലേക്ക് ലോൺ കൊടുക്കുന്നതാണ് ആര് ചെയ്യുന്നത്? വികസന ബാങ്കുകൾ ചെയ്യുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് നബാർഡും IFCAയും. അപ്പോൾ വികസന ബാങ്കുകൾ അഥവാ ഡെവലപ്മെന്റ് ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് IFCA അഥവാ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും നബാർഡും. അപ്പോൾ അത് റൂറൽ മേഖലയിലും അഗ്രികൾച്ചറിനും
അവരുടെ വികസനത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നതാണ് ആര്? നബാർഡ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസിന് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്? IFCI എന്നുള്ളത്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയാ? വികസന ബാങ്കുകൾ എന്ന് പറയാം. ഇനി ഒരു ഡിഫറൻസ് നോക്കാം. പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ആര്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ. പൊതുമേഖല എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഷെയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരിക്കും. യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവ ഇപ്പോഴത്തെ പൊതുമേഖലാ ബാങ്കുകളാണ്. കാരണം ഇതൊക്കെ നാഷണലൈസ് ചെയ്തു. ഇതൊക്കെ ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു, നാഷണലൈസ് ചെയ്തതിനു ശേഷം അത് എന്തായിട്ട് മാറി? പൊതുമേഖലാ ബാങ്കുകളായിട്ട് മാറി. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഈ ബാങ്കുകളിൽ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. പബ്ലിക് സെക്ടർ അല്ലെങ്കിലും ഗവൺമെന്റിന്റെ ഓവർസെറ്റ് എപ്പോഴും ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് എന്തിനു യൂസ് ചെയ്യുന്നു? റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങളോട് ഇത് വിധേയമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കുകളൊക്കെ എന്താണ്? നോൺ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ചാപ്റ്ററുകൾ പ്രധാനമായിട്ടും ആദ്യം നമുക്ക് ഒന്ന് പറഞ്ഞിട്ടൊന്ന് സമ്മറൈസ് ചെയ്യാം. ചാപ്റ്റർ 6 പാർട്ട് 2 ചാപ്റ്റർ 11 എടുത്തിട്ടുണ്ട്. ക്ലാസ് 6 പാർട്ട് 1 ചാപ്റ്റർ 5 എടുത്തിട്ടുണ്ട്. ക്ലാസ് 12 മാക്രോ എക്കണോമിക്സ് ഉണ്ട്. അതിൽ മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 3 ആണ് നമ്മൾ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ചാപ്റ്റർ പ്രധാനമായിട്ടും ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ ഒരു വായ്പാ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്, ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ധനകാര്യ സ്ഥാപനങ്ങൾ എങ്ങനെ വന്നു, മണി ലെൻഡേഴ്സിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും അവിടെ നിന്ന് ബാങ്കുകളിലേക്കും എങ്ങനെ വന്നു, പലതരത്തിലുള്ള ബാങ്കുകൾ എന്താണ്, പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, പലതരത്തിലുള്ള ഡിപ്പോസിറ്റുകൾ എന്തൊക്കെ, സ്കീമുകൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ ബാങ്കുകൾ തരങ്ങൾ നമ്മൾ പഠിച്ചു. ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്താണ്, അതിന് നബാർഡും IFCI എങ്ങനെ വന്നു, കൂടാതെ പിന്നീട് പലതരത്തിലുള്ള ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്താണ്, ഇത്തരത്തിൽ ഓരോ സ്വഭാവങ്ങളുള്ള ബാങ്കുകൾ, അതിൻ്റെയൊക്കെ നേച്ചർ എന്താണ്, അതിൻ്റെയൊക്കെ പർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കാനായിട്ട് ഇന്ന് ശ്രമിച്ചു. ഇത് ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്കുകളിലുള്ള മേജർ റെഫറൻസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ, RBI എന്താണ്, കേരള ബാങ്ക് എന്താണ്, സഹകരണ ബാങ്കുകൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നൊന്ന് ഓടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഫാക്ട് SCRT എന്നുള്ള ഫാക്ട് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. SCRT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എക്സാമുകൾക്കൊക്കെ വളരെ റെലവൻസ് ഉണ്ടാവും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാർട്ടാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും വരും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് കേട്ട് പഠിച്ച് നോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.